എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ പലരും കളിയാക്കാറുണ്ടായിരുന്നു. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന തികഞ്ഞ അസംബന്ധമായിട്ട് ഈച്ച ചത്ത് പൂച്ചയായിത്തീരുന്നു എന്നും മറ്റും കളിയാക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കൂടുതലായി പഠിക്കുവാൻ ശ്രമിച്ചത്. ആഴത്തിൽ പഠിക്കുന്തോറുമാണ് അതിൻ്റെ അർത്ഥവും വ്യംഗ്യാർത്ഥവും എല്ലാം നമുക്ക് മനസ്സിലായി വരുന്നത്. ഇത്ര ശാസ്ത്രീയമായി പറഞ്ഞിരിക്കുന്ന ഇതിനെയാണല്ലോ പലരും കളിയാക്കുന്നത് എന്ന ചിന്ത അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴിക്ക് ഈ പുനർജന്മത്തെ പറ്റി കൂടുതൽ സംസാരിക്കുകയും ഇത് ഒരു സബ്ജക്റ്റായി എടുത്ത് അവതരിപ്പിക്കുകയും ചെയ്തത്. ഇതേ സമയത്ത് തന്നെ മലപ്പുറത്ത് പൂന്താനത്തിൻ്റെ ഇല്ലത്ത് സാറിൻ്റെ ഒരു ക്ലാസ് നടക്കുകയും അവിടെ വെച്ച് സാറ് ഇതേ രീതിയിൽ തന്നെ ഒരു ക്ലാസ് എടുക്കുകയും ഉണ്ടായി. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇതിൻ്റെ അവസാനത്തിൽ കൊടുക്കുന്നതാണ്. അഗ്നി ആണ് ആദ്യം ഒരു ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്നത്. ഇത് പ്രപഞ്ചത്തിലെ സകല ഗോളങ്ങളിലും എല്ലാം ഇതുപോലെ തന്നെയാണ്. ഈശ്വരന്റെ സാന്നിധ്യം പ്രധാനമായി അറിയുന്നത് ഈ അഗ്നിയിലൂടെ തന്നെയാണ്. മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും മരിക്കാൻ നേരത്ത് മരിച്ചു കഴിഞ്ഞ ഒരു ശവശരീരം തൊട്ട് നോക്കിയാൽ അത് തണുത്തിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഗോളങ്ങളും ചൂടിന്റെ വ്യത്യാസം അനുസരിച്ചാണ് അവ ഖരം, ദ്രാവകം, വാതകം ഇവയായി എല്ലാം മാറിത്തീരുന്നത്. ഈശ്വര സാന്നിധ്യം വിട്ടുപോയി കഴിഞ്ഞാൽ അവ തണുത്തുറയുകയും മറ്റെല്ലാം വിഘടിച്ച് തിരികെ പരമാണുവിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ പരമാണു ഈശ്വരന്റെ കണങ്ങളാണ്. അതുകൊണ്ട് ഈശ്വരനിൽ വിലയം പ്രാപിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും സംഭവിക്കുന്നത് തന്നെയാണ്. ജന്മമെടുക്കുക എന്ന് പറയുന്നത് ഓരോന്നിലും കുടികൊള്ളുന്നതായ പരമാണുക്കള് ഒന്നിച്ചു ചേർന്ന് പല ദിക്കിലും പല അവസ്ഥയിലും എത്തിച്ചേരുക. ചില ദിക്കില് അവ പുഴുക്കളാകുന്നു, ചില ദിക്കില് അവ മരങ്ങളാകുന്നു, ചില ദിക്കില് അവ മനുഷ്യരാകുന്നു. ഇങ്ങനെ ഓരോന്നും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജഗത്ത് എന്ന പേര് ഉണ്ടായതും എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. ഇത് തന്നെയല്ലേ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഈ പെർഫെക്റ്റ് ആയിട്ട് പ്യുവർ ആയിട്ടുള്ള അബ്സല്യൂട്ട് ആയിട്ടുള്ള പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ചുള്ള അറിവും ഞാൻ അതിന്റെ ഭാഗമാണെന്ന റിയലൈസേഷനും. രണ്ട് ഇംഗ്ലീഷ് വാക്ക്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ചുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഞാൻ അതിൻ്റെ തന്നെ ഭാഗമാണെന്ന അവയർനെസ്സും കോൺഷ്യസ്നെസ്സും. ഈ ലെവലിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അത് ആ ലെവലിൽ വളരാൻ സാധിച്ച നമ്മുടെ എല്ലാം ചരിത്ര പുരുഷന്മാരില് ഒരു മനുഷ്യ രൂപത്തിലുള്ള ഭക്തനാണ് പൂന്താനം. എന്താ ഈ വളർച്ച എന്ന് പറഞ്ഞാൽ? ഞാൻ ഒന്ന് പറയാം. ജന്മനാൽ ജായതേ ശൂദ്ര. ശൂദ്രനായിട്ട് ജനനം എല്ലാവരുടെയും. അവിടെ നിന്ന് വൈശ്യനായിട്ട് വളരണം, ക്ഷത്രിയനായിട്ട് വളരണം, അവിടെ നിന്ന് ബ്രാഹ്മണനായിട്ട് വളരണം, അവിടെ നിന്ന് സന്യാസിയായിട്ട് വളരണം, അവിടെ നിന്ന് ഋഷിയായിട്ട് വളരണം, അവിടെ നിന്ന് മഹർഷിയായിട്ട് വളരണം, അവിടെ നിന്ന് ഹംസ ഋഷിയായിട്ട് വളരണം, അവിടെ നിന്ന് പരമഹംസ ഋഷിയായിട്ട് വളരണം, അവിടെ നിന്ന് പരമഹംസ പരിവ്രാജകനായിട്ട് വളരുമ്പോൾ തീർന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് പരമഹംസ പരിവ്രാജകൻ. രാമകൃഷ്ണ പരമഹംസരുടെ ലെവലിലാണ് എത്തിയത്. വിവേകാനന്ദൻ എൻ്റെ അഭിപ്രായത്തില് പരമഹംസ പരിവ്രാജകന്റെ ലെവലിലെത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അത്
അത് നിങ്ങളുടെ സൗകര്യം. എന്തുകൊണ്ടാ രാമകൃഷ്ണ പരമഹംസരുടെ ലെവലിൽ എത്തിയുള്ളൂ എന്ന് പറഞ്ഞത്? രാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്ത് തന്നെയാണ് നിലനിന്നിരുന്നത്. പരിവ്രാജകൻ എന്ന വാക്കിന്റെ അർത്ഥം കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന. വിവേകാനന്ദൻ അതാ ചെയ്തത്. ലോകത്തിലെ നന്മ തിന്മകളുണ്ട്, അതില് നന്മകൾ മാത്രം സ്വീകരിക്കാൻ കഴിവുള്ളവന് പറയുന്ന പേര് ഹംസ ഋഷി. ഹംസ ഋഷി, ആ വാക്ക് മറക്കരുത്. എന്താ ഹംസ ഋഷി എന്ന വാക്കിന്റെ അർത്ഥം? അരയന്നം എന്ന വാക്കാണ് ഹംസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്തുക്കൾ പറയുന്നു, പാലും വെള്ളവും ചേർത്ത് അരയന്നത്തിന് കൊടുത്താൽ അരയന്നം അതിൽ നിന്ന് പാല് മാത്രം എടുക്കും അത്രേ. എന്താ അതിന്റെ അർത്ഥം? നന്മകളും തിന്മകളും ചേർന്ന ലോകത്തിൽ നിന്ന് ഏത് വ്യക്തിക്കാണോ നന്മകൾ മാത്രം എടുക്കാൻ സാധിക്കുന്നത്, അയാളുടെ പേരാണ് ഹംസ ഋഷി. അതിന്റെ പരമകാഷ്ഠയിലെത്തുമ്പോ പരമഹംസ ഋഷി. ചിലര് പരമഹംസരാണ്. ഭഗവാൻ രമണ മഹർഷി എന്നാ പറയാ. കേട്ടിട്ടുണ്ടോ രമണ മഹർഷി? അതാണ് യഥാർത്ഥത്തില് ഈ നന്മ തിന്മകളുള്ള ലോകത്തിൽ നിന്ന് നന്മകൾ മാത്രം എടുക്കുന്ന ഹംസ ഋഷിയുടെ ലെവലിലേക്ക് പൂന്താനം ഉയർന്നപ്പോൾ തന്നെ ആര് വിമർശിച്ചാലും, ചുറ്റുപാടും എന്തെല്ലാം തിന്മകൾ കണ്ടാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും ഒരു ഹംസ ഋഷിയെയും പരമഹംസ ഋഷിയെയും അവരുടെ ചിന്തകളെ സ്വാധീനിക്കില്ല, ഡിസ്ട്രാക്ട് ചെയ്യില്ല. ആ ലെവലിലേക്ക് ഭാര്യയുടെ ഉപദേശമോ തൻ്റെ മകൻ മരിച്ചതോ തന്നെ ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചതോ ഒന്നും തന്നെ പൂന്താനത്തിനെ ബാധിച്ചില്ല. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അത് വീണ്ടും ആവർത്തിക്കുന്നത് പൂന്താനത്തെ കുറിച്ചല്ല, നമ്മളെ കുറിച്ച്. നമ്മൾ ശൂദ്രന്റെ ലെവലിൽ നിന്ന്, വൈശ്യന്റെ ലെവലിൽ നിന്ന്, ക്ഷത്രിയന്റെ ലെവലിൽ നിന്ന്, ബ്രാഹ്മണന്റെ ലെവലിൽ നിന്ന്, സന്യാസിയുടെ ലെവലിൽ നിന്ന്, ഋഷിയുടെ ലെവലിൽ നിന്ന്, മഹർഷിയുടെ ലെവലിൽ നിന്ന്, ഹംസ ഋഷിയുടെ ലെവലിൽ നിന്ന്, പരമഹംസ ഋഷിയുടെ ലെവലിൽ നിന്ന് പരമഹംസ പരിവ്രാജകന്റെ ലെവലിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ലാത്ത ഒരവസ്ഥ വരും. അതൊരു രസമാണ് ചിലപ്പോ ഒക്കെ കാണുമ്പോഴത്തേക്കും. അതേപോലെയാണ് നമ്മൾ ചിലതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഈ പൂന്താനം എന്നുള്ള ഭക്തകവി അല്ല, അദ്ദേഹം മതത്തിന്റെ ആളാണ്, അദ്ദേഹം വിഷത്തിന്റെ ആളാണ്, അദ്ദേഹം ജാതിയുടെ ആളാണ്, അദ്ദേഹം മതത്തിന്റെ ആളാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പുറത്തെ കണ്ണ് മാത്രം തുറന്നാൽ പോരാ. 5 വിധത്തിലുള്ള ഭക്തി ഏതാണെന്ന് മനസ്സിലാക്കണം, ആ ഭക്തന്റെ ലക്ഷണം ഏതാണെന്ന് മനസ്സിലാക്കണം, ഋഷിയുടെ ലക്ഷണം മനസ്സിലാക്കണം, അതിൽ ഹംസ ഋഷി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. പരമഹംസ പരിവ്രാജകന്റെ ലെവലിലേക്ക് എത്തുമ്പോൾ അവരാരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനശക്തി അകത്തും ബാഹ്യമായ ദൃഷ്ടിശക്തി പുറത്തും ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ പൂന്താനം എന്ന ഭക്തകവിയുടെ ഭക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പൊ ഈ ഭക്തി എന്നുള്ള ആ വികാരത്തിന്റെ അവസാനത്തില് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയപ്പോഴും ഗുരുവായൂരപ്പനെ കുറിച്ച് കവിത എഴുതിയപ്പോഴും അതേപോലെ തന്നെ ജ്ഞാനപ്പാന എഴുതിയപ്പോഴും ഭക്തി മാത്രമായിരുന്നു പൂന്താനത്തിന്റെ വാക്കുകളില്, ചിന്തകളില്, രചനകളിൽ ഉണ്ടായിരുന്നത്. അതാണ് പൂന്താനത്തിന്റെ ഭക്തി. ഇനി ഞാൻ രണ്ടാമത്തെ വിഷയത്തിൽ, 3 വിഷയമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? അപ്പൊ നിങ്ങൾ 3 വിഷയമാണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലെങ്കിലും ആരും ഏതാണ്ട് 3:30 മണി കഴിഞ്ഞിട്ടും കൂട്ടുവായ വിടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ യഥാർത്ഥത്തില് രണ്ടാമത്തേത് എന്താണ്? ആദ്യത്തേത് പൂന്താനം എന്ന ഭക്തൻ, രണ്ടാമത്തേത് പൂന്താനം എന്ന തത്വശാസ്ത്രജ്ഞൻ. അതിലാണ് ജ്ഞാനപ്പാനയില് ആടിമുടി തത്വശാസ്ത്രത്തിന്റെ കൂമ്പാരം. സോക്രട്ടീസ് എങ്ങാനും വന്നിരുന്നെങ്കിൽ പൂന്താനത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചേനെ. അത്ര ഗംഭീരായിട്ടുള്ള ഊച്ചചത്ത ഈച്ചയായിടും. കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ബാക്കിയൊന്നും ഞാൻ പറയണില്ല, ഒക്കെ നിങ്ങൾക്ക് എന്നെക്കാളൊക്കെ നല്ലോണം അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോന്ന് മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോ എന്റെ മനസ്സിലൊക്കെ ഓർമ്മ വരുന്നത് പഴയ ദേവസ്വം മന്ത്രിയെയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ തത്വശാസ്ത്രത്തിന്റെ പരമകാഷ്ഠയിലേക്ക് എത്താൻ സാധിക്കുമ്പോൾ
വ്യക്തി ജീവിതത്തെ മുഴുവൻ അതേ രീതിയിലാകാണ്. നേരെ ഈശ്വരനോട് ചെന്ന് പറയുക, ഞാനിതാ കവിത എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ശരിയാക്കി തരണം. അപ്പൊ മുമ്പിലുള്ളവൻ ശത്രുവോ മിത്രമോ ഒന്നും പ്രശ്നമല്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, തത്വശാസ്ത്രത്തിന്റെ ക്ലൈമാക്സിലെത്തിയ മനുഷ്യന് സമശത്രൗച മിത്രേച തഥാ മാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഹ. അർത്ഥം മനസ്സിലാക്കാൻ വിഷമമില്ല. ആലോചിച്ചു നോക്കൂ, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഈ പൂന്താനത്തെ ഒത്തിരി അവഹേളിച്ചിട്ടുണ്ട്. എന്നിട്ടും ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് എന്ന് എന്റെ കവിതകളൊന്ന് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണമെന്ന് പറയുക. നിങ്ങൾ ആരെങ്കിലും പറയോ? അറിയില്ലെന്ന് ഉറപ്പാണെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് കവിത എഴുതില്ല നമ്മള് എന്നാലും. അപ്പൊ യഥാർത്ഥത്തില് ആ മേൽപ്പത്തൂരിനോട് യാതൊരു വിധത്തിലുള്ള പ്രതിഷേധാത്മക നിഷേധാത്മക വികാരമില്ലാതിരിക്കുക, അവിടെ ചെന്ന് അഭ്യർത്ഥിക്കുക, എന്നിട്ട് തനിക്ക് കുറവുണ്ടെന്ന് അറിയിക്കുക. സമശത്രൗച മിത്രേച. ആ മേൽപ്പത്തൂര് തിരിച്ചു പറഞ്ഞു, എന്നോട് ഇതെല്ലാം കുറെയൊക്കെ പറഞ്ഞത് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രഭാകരൻ നായർ, അദ്ദേഹം അങ്ങേറ്റത്തിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാ, എൻ്റെ പ്രഭാഷണത്തെക്കാളും അങ്ങേര് പ്രഭാഷണം നടത്തിയാൽ കുറെ കൂടി നന്നായിരിക്കുന്ന ഈ കവിത ഒന്ന് തിരുത്തി തരണമെന്ന് പറയുമ്പോൾ ആരെയെങ്കിലും കാണിച്ച് തിരുത്തിക്കോളാനാ പറഞ്ഞത് മേൽപ്പത്തൂര് പൂന്താനത്തോട്. ഞാൻ ചെയ്തു തരില്ല. അത്രയും പുച്ഛത്തോടു കൂടി പറഞ്ഞിട്ടും സമശത്രൗച മിത്രേച, രണ്ടാമത്തെ വാക്ക് തഥാ മാന അപമാനയോഹോ. അപമാനത്തിനും പൂന്താനത്തിനും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. അഭിമാനത്തെ കുറിച്ചും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ശീത ഉഷ്ണ, തണുപ്പോ ചൂടോ ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഈ ചാനലിൽ കൊടുക്കണം എന്ന ആഗ്രഹമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പണ്ട് ഉള്ള ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പുതിയ ചാനലായതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല മാക്സിമം ആളുകളിൽ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് സാറ് നമ്മളെയും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ട് പോയതുകൊണ്ട് ഇനി ഇതിലൂടെ മാത്രമേ സാറിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.